അസ്സലാമലൈക്കും. അസ്സലാമലൈക്കും. ഞാൻ ഒരു കാര്യം പറയാൻ വേണ്ടി വന്നാട്ടാ. അതെ, ഞാൻ പറഞ്ഞത് വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. ഇതെല്ലാവർക്കും ഷെയർ ചെയ്യണം. എല്ലാവർക്കും ഇത് പ്രയോജനമുള്ള ഒരു കാര്യമാണ്. ഇതെല്ലാവർക്കും ഷെയർ ചെയ്യണം. ഇതൊരു പ്രയോജനമുള്ള കാര്യം. എന്താണെന്ന് വെച്ചാൽ 100 പേര്, അതായത് 100 എന്ന് പറഞ്ഞൊരു ശതമാനമായി അല്ലേ? ആ 100ൽ 25 പേര്, അപ്പോൾ 25%, 100ൽ 25% പോലും ഇപ്പോൾ 100 വീടുണ്ടെങ്കിൽ 25 വീട്ടിലേലും കള്ളുടിയന്മാരില്ലാത്തവരില്ല. 50% ഉണ്ട്, പക്ഷെ അത് പുറത്തറിയുന്നില്ല. പിന്നെ പണക്കാരുള്ള വീട്ടിലും ഇപ്പം അല്ലാത്ത ജാതികൾ മൊത്തം ഇത് അടിക്കും. ഭാര്യ കുടുംബക്കാരെല്ലാവരും ഇരുന്ന് ചേർന്ന് വലിയ വലിയ വില കൂടിയ സാധനങ്ങളൊക്കെ അടിക്കുന്നുണ്ട്. ഈ കുറഞ്ഞ സാധനമൊക്കെ ഈ പാവങ്ങൾ അടിക്കുന്നുണ്ടാവും. അപ്പോൾ അവർക്ക് ഭ്രാന്താകുകയാണ്. അപ്പോൾ ഈ എന്ത് ചെയ്യണം? 100ൽ 25 വീട്ടിലെങ്കിലും ഇത് വില കുറഞ്ഞ സാധനം അടിക്കണമുണ്ടാവും. അപ്പോൾ പൈസ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അടിച്ചാൽ ഭ്രാന്താകണവരുണ്ട് അല്ലേ? അപ്പോൾ ശരീരത്തിൻ്റെ ആ ബ്ലഡിൽ, ശരീരരമ്പിൽ കയറിക്കഴിഞ്ഞാൽ ഭ്രാന്താകുക. അപ്പോൾ ഇതൊക്കെ ഇറങ്ങി പിറ്റേന്നോ അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞിട്ടോ ഈ ആളോട് വിളിച്ച് ചോദിക്കുക, എന്താ പ്രശ്നം? നിങ്ങളെ വീട്ടിലിങ്ങനെ ശബ്ദം കേട്ടല്ലോ, കുടിച്ച് വന്നിട്ട് കുടിക്കുമോ? അല്ലെ അല്ലെ ചേച്ചി ചേട്ടൻ കുടിക്കുമോ? ഈ ആളോട് തന്നെ നേരിട്ട് എല്ലാവരും സൗഹാർദ്ദമായി നല്ല സന്തോഷത്തോടു കൂടി ഒരു മയത്തി ചോദിക്കുക, എന്തിനത് ചെയ്യണത്? എന്താണ് പ്രശ്നം? ഇതെന്തിനാണ് ഇത് ചെയ്യുന്നത് എന്ന് ചോദിച്ചറിഞ്ഞ് അത് നിർത്തലാക്കാൻ നോക്കുക. എന്താ കാര്യം? ഞങ്ങൾ ഇടപെടാം, ഞങ്ങൾ പരിഹരിക്കാൻ പറ്റിയാൽ ഞങ്ങൾ പരിഹരിക്കാം. എന്താ വേണ്ടത് എന്നിട്ട് നിർത്തി കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി. അല്ലാതെ അടിക്കാൻ പോവുക, ഇടിക്കാൻ പോവുക, തട്ടാൻ പോവുക, അങ്ങനെ ആവും ഇങ്ങനെ ആവും അതല്ല പറയണത്. ഈ കട്ട ഇറങ്ങിക്കഴിഞ്ഞാൽ പിറ്റേന്നോ അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞിട്ട് നല്ലപോലെ ആൾക്കാർ ചോദിക്കുക, പറയുക, എടുക്കുക. വീട്ടിലെ അല്ലെങ്കിൽ വഴിയിൽ വെച്ച് സൗഹാർദ്ദമായി നല്ല ഇതോടുകൂടെ ചോദിച്ച് നിർത്തുക. അതുപോലെ ഇപ്പം എല്ലായിടത്തും ഇത് നാട് മൊത്തം ഈ ഭൂമി ലോകത്ത് ഒക്കെ ചെയ്ത് നോക്കിക്കുക, ഇത് മാറും. ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടാണല്ല പെൺപിള്ളേരായാലും പെണ്ണുങ്ങളായാലും ഭാര്യമാരായാലും കുട്ടികളായാലും വെട്ടണവും കൊലപ്പെടുത്തണവും അടിക്കണവും വെട്ടണവും പല്ല് കൊഴിക്കണതും എല്ലാം ചെയ്യണത് അല്ലേ? എല്ലാം നാശകോശങ്ങളാണ് ഉണ്ടാക്കുന്നത് ഈ ഭൂമി ലോകത്ത്. അപ്പോൾ ഇതൊക്കെ ഇല്ലാതാവും എന്ത് ചെയ്താൽ സൗഹൃദമായിട്ട് പരിചയക്കാരോ കൂട്ടക്കാരോ ബന്ധക്കാരോ അയൽവാസികളോ നല്ലതുപോലെ പറഞ്ഞ് നിർത്തലാക്കുക. അപ്പോൾ ഈ നാട് മൊത്തം ഈ ഭൂമിയിലോ തന്നെ നന്നാവും. മനസ്സിലായോ? അല്ലാണ്ട് അവൻ്റെ ഭാര്യ വരുമ്പോൾ അല്ലെങ്കിൽ അവർ വരുമ്പോൾ ഒരു വിലയില്ലാണ്ടാവുക, അവരെ കളിയാക്കുക, പരിഹസിക്കുക, അടിക്കാൻ പോവുക, അതല്ല ചെയ്യേണ്ടത്. നല്ലതുപോലെ ഈ വ്യക്തിയെ തന്നെ വിളിച്ച് നല്ലതുപോലെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക വേണ്ടി, അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ നാടും ഈ ലോകവും നന്നാവും. സർക്കാരിന് പണം കിട്ടാൻ വേണ്ടി ഇത് ചെയ്യുക. എൻ്റെ പൊന്ന് മുഖ്യമന്ത്രിക്കൊക്കെ അത് ഷെയർ ചെയ്യുക. ആരാ മുഖ്യമന്ത്രി ആവണമെന്ന് വെച്ചാൽ ആ ആൻ്റണി ഉള്ളപ്പോൾ ഇത് നിർത്തലാക്കിയ സംഭവമാണ്. വീണ്ടും ഇത് നിർത്തലാക്കി എല്ലാവരും പ്രധാനമന്ത്രിക്കും മുഖ്യമന്ത്രിക്കൊക്കെ ഷെയർ ചെയ്യണേ. ഇത് ഈ മദ്യം, ലഹരി സാധനം, എന്തെല്ലാം സാധനങ്ങൾ ലഹരി, ഇതൊക്കെ നിർത്തലാക്കുക. അപ്പം തന്നെ നാടും ലോകവും നന്നാവും കേട്ടാ. എന്നാൽ ശരി, അസ്സലാമലൈക്കും. ഞാൻ എൻ്റെ മൊബൈലിൽ നിങ്ങളാരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബും ലൈക്കും ചെയ്യുന്നിട്ട് എന്നെ സഹായിക്കണം. പഠിച്ചോനോർത്ത് എൻ്റെ വീടെല്ലാം നശിച്ച് നാറാണക്കല്ല് വെച്ച് എനിക്ക് ലൈഫിൽ ഇനി കൊടുത്താൽ എപ്പോൾ കിട്ടും എന്താവുമെന്നൊന്നും അറിഞ്ഞുകൂടാ. അപ്പോൾ ഭരണം മാറി വരികയാണ്. നമുക്ക് വീടെല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞ് പന്നലായിരിക്കണം. അപ്പോൾ വീടെങ്കിലും ഒന്ന് ശരിയാക്കാനായിരുന്നു. നമ്മളെ വീടേ വയസ്സാകാലത്തെ ഒരു ബാത്റൂം, നല്ല ബാത്റൂമോ ഒന്നും നല്ല ഇല്ല, നമുക്കൊന്നുമില്ല. ആകെ ഇടിഞ്ഞു പൊളിഞ്ഞതാണ്, ആകെ കൊള്ളില്ലാത്തതാണ്. അപ്പോൾ അതിന് വില 10 പൈസയൊക്കെ കിട്ടാൻ വേണ്ടിയാണ് ഇപ്പോൾ ഈ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളെന്ത് ചെയ്യണം? എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. ഞാൻ ഉള്ള കാര്യം പറയണതിന് എന്തുവാ, എൻ്റെ മക്കളോട് കൊതിന്നോണേ പറഞ്ഞു കൊടുക്കണവരും അവരും പഠിച്ചോന്നും ആയിക്കോട്ടെ. നമുക്ക് ഇതിൽ വല്ലതും കിട്ടാനാണ്. എത്ര ആവും എന്താവുന്നൊന്നും എനിക്കറിയത്തില്ല. അപ്പം നിങ്ങളൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഇത്രയും ഉസ്താവന്മാരിങ്ങനെ ഇട്ടിട്ട് പൈസ ഉണ്ടാക്കിയിട്ട് അവർ വീടും കൂടൊക്കെ വെക്കണം, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ എന്താ പാവം പിടിച്ച് നമുക്ക് ചെയ്താൽ ഇത് സക്സായിട്ടോ ഒരു വൃത്തികേടായിട്ടോ ഒന്നും ഇല്ലല്ലോ. വല്ല കുറ്റോ കമൻറ്റോ ഉണ്ടെങ്കിൽ ഒക്കെ എൻ്റെ കമൻറ്റിൽ വിട്ടാൽ എല്ലാം ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ് കേട്ടോ. അസ്സലാമു അലൈക്കും.